നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ഒരു ദമ്പതികളുടെ അനുഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ വ്യക്തിക്ക് 29 വയസ്സുണ്ട്. വിവാഹം കഴിച്ചിട്ട് 3 മാസമായി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ലൈംഗിക കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി. കാരണം അവർ തമ്മിൽ നല്ല ഒരു ബന്ധം വരുവാൻ വേണ്ടി, നല്ല മാനസിക അടുപ്പം വരുവാൻ വേണ്ടി അവർ കുറച്ച് സമയമെടുത്തു. അതിനുശേഷം ഏകദേശം 1 മാസം മുമ്പാണ് ലൈംഗിക ബന്ധത്തിനുള്ള ശ്രമങ്ങളൊക്കെ കുറേശ്ശെയായിട്ട് ആരംഭിച്ചത്. വളരെ ബുദ്ധിമുട്ടാണ് രണ്ടുപേർക്കും അനുഭവപ്പെട്ടത്. മാത്രമല്ല അതിനെപ്പറ്റി വലിയ അറിവും ഇല്ലാത്ത കാര്യമാണ് എന്നാണ് അവർ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യം. ഒരു ദിവസം ശ്രമിച്ചു, കുറച്ച് ബലമായിട്ട് ശ്രമിച്ച സമയത്ത് പെനീസിൽ നല്ല വേദന വന്നു. മാത്രമല്ല അതിൻ്റെ അഗ്രചർമ്മം പുറകോട്ട് മാറിയിട്ട് നല്ല വേദനയായി. തിരിച്ചു പിടിച്ചിടാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. തൊട്ടടുത്ത ദിവസം നോക്കിയപ്പോൾ ആ ചർമ്മം കുറച്ച് നീര് വന്ന് വീർത്തിരിക്കുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ മനസ്സിലാവുന്നു ഇദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ പാരാഫൈമോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. കാരണം അഗ്രചർമ്മം പുറകോട്ട് മാറാൻ ടൈറ്റായിരുന്നു. അതിൻ്റെ ഓപ്പണിങ് ചെറുതായതുകൊണ്ട് തന്നെ ടൈറ്റായിരുന്നു. പക്ഷേ ബലമായി തെന്നി മാറിയപ്പോൾ അത് ഗ്ലാൻസ് പെനീസിന് പുറകിലേക്ക് വന്നു. പിന്നീട് തിരിച്ചു പിടിച്ചിടാൻ പറ്റാത്ത അവസ്ഥ. ഇതിന് പാരാഫൈമോസിസ് എന്നാണ് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ട് തന്നെ നീര് വെച്ച് ഒരു ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു. അതിന് പിന്നീട് സർജിക്കൽ കറക്ഷനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കേസുകളിൽ ഇത് അവെയർനെസ് കുറവാണ്. ഞാൻ ചോദിച്ചു, ഇത് അഗ്രചർമ്മം പുറകോട്ടൊക്കെ മാറ്റി വാഷ് ചെയ്യാറുണ്ടോ? അപ്പോൾ അങ്ങനൊരു കാര്യത്തെപ്പറ്റി ഈ വ്യക്തിക്ക് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം ഒരു കോളേജ് അധ്യാപകനാണ്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചരിത്രാധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ചരിത്രവും അത്തരം കാര്യങ്ങളുമാണ് അറിയാവുന്നത്. ഈ ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അഗ്രചർമ്മം ചെറുപ്പം മുതലേ പുറകോട്ട് മാറ്റുകയും വാഷ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിൽ അത് ഡോക്ടറെ കാണിച്ച് ഒരുപക്ഷെ നേരത്തെ തന്നെ ഒരു സർക്കംസിഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ പല വ്യക്തികളും വിവാഹത്തിന് മുൻപ് തന്നെ ഇവിടെ എത്താറുണ്ട്. എൻ്റെ അഗ്രചർമ്മം പുറകോട്ട് മാറുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടേഴ്സ് പരിശോധിച്ച് നോക്കിയതിന് ശേഷം അതിനാവശ്യമുണ്ട്, ഒരു സർക്കംസിഷൻ ആവശ്യമുള്ളതാണ് എങ്കിൽ ചെയ്യും. സർക്കംസിഷൻ എന്ന് പറയുന്നത് വലിയ ശസ്ത്രക്രിയയൊന്നുമല്ല, ഒരു ലഘു ശസ്ത്രക്രിയയാണ്. രാവിലെ വന്ന് അത് ചെയ്ത് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകാവുന്നതാണ്. അത്രയും നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ വിവാഹശേഷം ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു രാത്രിയിൽ ബന്ധപ്പെടുമ്പോൾ ചർമ്മം പുറകോട്ട് നീങ്ങിയിട്ട് തിരിച്ചു വരാത്ത അവസ്ഥ, ചർമ്മത്തിന് മുറിവുണ്ടാവുന്നു. ഇത് വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ് ഈ 2 ദമ്പതികളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനു മുൻപ് ആൺകുട്ടികളും അല്ലെങ്കിൽ വിവാഹപ്രായമായ വ്യക്തികൾ ഈ ചർമ്മം പുറകോട്ട് മാറുമോ ഈസി ആയിട്ടെന്നുള്ളത്, പ്രത്യേകിച്ച് ഉദ്ധരിച്ച ലിംഗത്തിൽ പുറകോട്ട് മാറുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മാത്രമല്ല എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആ ചർമ്മം പുറകോട്ട് നീക്കി വാഷ് ചെയ്യേണ്ടത് ആരോഗ്യത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ അണുബാധ, ഇൻഫെക്ഷൻസൊക്കെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചർമ്മം പുറകോട്ട് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് വേണ്ട ഉപദേശം തേടേണ്ടി വരും. ആവശ്യമുണ്ടെങ്കിൽ ഒരു ലഘു ശസ്ത്രക്രിയയും ചെയ്യേണ്ടി വന്നേക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.